സുഹൃത്തുക്കളെ നമസ്കാരം. എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കണ്ണേറ് ദൃഷ്ടിദോഷം ഇത് നീങ്ങുന്നതിന് നമ്മുടെ ഗൃഹത്തിൽ തന്നെ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് വിശ്വാസപരമായ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ്. ജീവിതത്തിൽ നമ്മൾ എത്രയൊക്കെ കഠിനമായി അധ്വാനിച്ചാലും ആത്മാർത്ഥമായി പ്രവർത്തിച്ചാലും ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കാര്യങ്ങളൊന്നും തന്നെ നിറവേറില്ല, അല്ലേ? തിരിച്ചടികളായിരിക്കും നമുക്ക് ഫലം ലഭിക്കുക. അപ്പൊ ഇത്തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് വലിയ ക്ഷീണം അനുഭവപ്പെടുന്നത്, മടി, ആലസ്യം, ഇതൊക്കെ പെരുകുന്നതിന് പ്രാചീനരായിട്ടുള്ള ആളുകൾ ഒരു പേരിട്ട് വിളിച്ചു. അതാണ് കണ്ണേറ്, അല്ലെങ്കിൽ കരിങ്കണ്ണ്, അതും അല്ലെങ്കിൽ ദൃഷ്ടിദോഷം. ഇനി മറ്റൊന്ന് നാവേറ് ദോഷം, കമ്പേറ്, ഇങ്ങനെ പല പേരിൽ ഈ ഒരു ദോഷം അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ അസൂയ നിറഞ്ഞ നോട്ടം, ഇനി അതല്ല എങ്കിൽ മറ്റുള്ളവരുടെ അമിതമായ പ്രശംസ, ഇതൊക്കെ നമ്മുടെ ചുറ്റുമുള്ള പോസിറ്റീവ് ഓറയ്ക്ക് വളരെ ദോഷം ചെയ്യും. നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി നിറയ്ക്കുന്നതിന് ഇത് കാരണമാകുകയും ചെയ്യും. എന്നാൽ ഇത്തരം ദോഷങ്ങളെ യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ഗൃഹത്തിൽ നമുക്ക് ഏറ്റവും സുലഭമായി ലഭിക്കുന്ന ചില വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ദോഷത്തെ പരിപൂർണമായി നമുക്ക് ഇല്ലാതാക്കാം. ഈ ദോഷം കൊണ്ട് നമുക്ക് ഭവിച്ചിട്ടുള്ള എല്ലാ ദോഷത്തെയും ഇല്ലായ്മ ചെയ്ത് സുഖത്തെ പ്രാപിക്കാം. അതിന് ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. ആദ്യമായിട്ട് എന്താണ് കണ്ണേറ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിരിക്കലും ഈ കണ്ണേറ് എന്ന് പറയുന്നത് ശരിക്കും അന്ധവിശ്വാസമൊന്നുമല്ല. ഇത് ഊർജത്തിന്റെ ഒരു കൈമാറ്റമാണ്. ഓരോ മനുഷ്യനും അവർക്ക് സ്വന്തമായ ഒരു ഊർജ വലയമുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമുക്കൊരാളുടെ അടുത്ത് ചെന്നിരിക്കുമ്പോൾ വല്ലാത്ത മനസ്സമാധാനം തോന്നും. നമുക്കിടയിലേക്ക് മറ്റൊരാൾ കടന്നു വരുമ്പോൾ നമുക്ക് വല്ലാതൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇതൊക്കെ ഓരോ വ്യക്തിയുടെയും ഓറയെ, അല്ലെങ്കിൽ അവർക്ക് ബാഹ്യമായിരിക്കുന്ന ഊർജ നിലയെ കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ അവയുടെ പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിൽ തോന്നുകയും അല്ലെങ്കിൽ അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ണേറ് ദോഷത്തെ നീക്കുന്നതിന് നമുക്ക് ഒരുപാട് വിദ്യകളുണ്ട്, ഒരുപാട് വഴികളുണ്ട്. അപ്പം അതിനെക്കുറിച്ചെല്ലാം ഞാൻ അങ്ങോട്ട് ഒന്നൊന്നായിട്ട് പറയാം. നിങ്ങൾക്ക് എന്താണോ ചെയ്യുവാൻ സാധിക്കുന്നത് അതെല്ലാം നിങ്ങൾ ചെയ്യുക. ആദ്യമായിട്ട് കല്ലുപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദൃഷ്ടി ദോഷത്തെ അമർച്ച ചെയ്യലാണ്, അല്ലെങ്കിൽ ഇല്ലാതാക്കലാണ്. എല്ലാ തരത്തിലുള്ള നെഗറ്റിവിറ്റിയും വലിച്ചെടുക്കുവാന് കല്ലുപ്പിന് അസാധ്യമായ കഴിവുണ്ട്. ഒരു പിടി കല്ലുപ്പ് നിങ്ങളുടെ വലത് കയ്യിലെടുക്കുക. ദൃഷ്ടിദോഷം ബാധിച്ചിട്ടുള്ള വ്യക്തിയെ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ ശിരസിൽ 3 വട്ടം പ്രദക്ഷിണ രീതിയിലും 3 വട്ടം അപ്രദക്ഷിണ രീതിയിലും, അങ്ങനെ ശരീരത്തിന്റെ സർവാംഗങ്ങളിലും നിങ്ങൾ ഒഴിഞ്ഞ ശേഷം ഈ ഒരു കല്ലുപ്പ് ഒരു ഗ്ലാസ് ജലത്തിൽ ഇട്ട് വയ്ക്കുക. അത് പരിപൂർണമായി അലിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിന് പുറത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ഒരു സ്ഥാനത്ത് ഒഴിച്ച് കളയുക എന്നുള്ളതാണ്. ഇനി അതല്ല, നിങ്ങളുടെ ഗൃഹത്തിൽ സിങ്കൊക്കെ ഉണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് ഒഴിച്ചു കളയാം. വാഷ് ബേസിൻ ഉണ്ടെങ്കിൽ അതിലൂടെയും ഒഴിച്ചു കളയാം, ഒഴുകുന്ന ജലത്തോടൊപ്പം. ഇനി അതല്ലാതെ ഈ ഉപ്പ് പൊതിഞ്ഞ് ഒരു ജലാശയം എടുത്തുകൊണ്ട് നിങ്ങൾക്കതിൽ സധൈര്യം നിക്ഷേപിക്കാം. ഇതൊന്നാമത്തെ പരിഹാരമാണ്. ഇനി രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് കടുകും വറ്റൽ മുളകും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കർമ്മമാണ്. ഒരു നുള്ളു കടുക്, 2 വറ്റൽ മുളക്, കുറച്ച് കല്ലുപ്പ്, ഇത് നിങ്ങൾ കൈകളിൽ എടുക്കുക. അത് ഈ കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തിയെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സർവാംഗം ഒഴിഞ്ഞ് നിങ്ങളുടെ വിറകടുപ്പിൽ കനലിൽ നിക്ഷേപിക്കുക. ഇത് നിക്ഷേപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിന്റെ പാത്രം ആ അടുപ്പിന് മുകളിൽ ഉണ്ടാകാൻ പാടില്ല. കണ്ണേറ് മൂലമുള്ള എല്ലാ അസ്വസ്ഥതകളും നീങ്ങാൻ ഇത് ഏറ്റവും പര്യാപ്തമാണ്. ഇത് ഗൃഹത്തിന് പുറത്ത് വെച്ച് ചെയ്യുന്നതിനും ഉത്തമമാണ്. അതായത് ഗൃഹത്തിന് പുറത്ത് ഒരു ആഴി കൂട്ടിയിട്ട് അതിലേക്ക് നമുക്ക് നിക്ഷേപിക്കാം. നിങ്ങളുടെ വീടിനുള്ളിൽ വിറകടുപ്പുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ചെയ്യാം. വിറകടുപ്പില്ല എങ്കിൽ പുറത്ത് ഒരു ചട്ടിക്കുള്ളിലോ അല്ലെങ്കിൽ അല്ലാതെ ഒരു അഗ്നികുണ്ഡം കൂട്ടി അതിലേക്ക് നമുക്ക് ഇത് നിക്ഷേപിക്കാവുന്നതാണ്. കണ്ണേറ് നാവേറ് ദോഷങ്ങൾ പൂർണ്ണമായി എരിഞ്ഞടങ്ങുന്നതിന് ഇത് ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഇനി മൂന്നാമതായിട്ട് കണ്ണേറിനെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് തുളസി, അതുപോലെ തന്നെ കർപ്പൂരം.
തുളസി ഇട്ട വെള്ളം നമ്മുടെ ഗൃഹത്തിന്റെ സർവ്വഭാഗങ്ങളിലും തളിക്കുക. ഇത് നമ്മുടെ ഗൃഹത്തിൽ എല്ലായിടത്തും ഈശ്വരാധീനം നിറയ്ക്കുകയും അല്ലെങ്കിൽ ഈശ്വര ചൈതന്യം നിറയ്ക്കുകയും എല്ലാവിധ നെഗറ്റിവിറ്റിയും നമ്മുടെ ഗൃഹം വിട്ട് ഓടി മറയുകയും ചെയ്യുന്നതിന് സഹായിക്കും. അതുപോലെ സന്ധ്യാസമയത്ത് കർപ്പൂരം പുകയ്ക്കുക എന്നുള്ളതാണ്. കർപ്പൂരപ്പുക നമ്മുടെ ഗൃഹത്തിനുള്ളിൽ നിറയുന്നതിലൂടെ എല്ലാ ദുർശക്തിയും നമ്മുടെ ഗൃഹം വിട്ട് പുറത്തു പോകും. ലക്ഷ്മി കടാക്ഷം കർപ്പൂരം തെളിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഗൃഹത്തിന് ചുറ്റും തുളസി വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതും ഏറ്റവും വലിയൊരു പരിഹാര കർമ്മമാണ്. തുളസി നിൽക്കുന്ന ഇടങ്ങളിൽ, തുളസി വളരുന്ന മണ്ണിൽ നെഗറ്റിവിറ്റി അധികം ബാധിക്കില്ല. അപ്പൊ ഇതൊക്കെ നമുക്ക് നമ്മെ ബാധിച്ചിട്ടുള്ള നെഗറ്റിവിറ്റി നശിക്കുന്നതിനുള്ള അല്ലെങ്കിൽ നമ്മിൽ നിന്ന് നീക്കുന്നതിനുള്ള ഒരു കർമ്മമാണ്. എന്നാൽ ഈ കണ്ണേറ്, നാവേറ് ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് ചില കാര്യങ്ങൾ ദിവസവും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. അല്ലെങ്കിൽ കണ്ണേറ്, നാവേറ് ദോഷങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കും. അതിനായിട്ട് നമ്മൾ ദിനവും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദിനവും രാവിലെയും വൈകുന്നേരവുമുള്ള ഈശ്വരഭജനം, പ്രാർത്ഥന, അല്ലെങ്കിൽ വിളക്ക് വെച്ചുള്ള ആരാധന, തൊഴുത് പ്രാർത്ഥിക്കൽ, ചൊല്ലി പ്രാർത്ഥിക്കൽ, ഇതൊക്കെ തന്നെ നമ്മുടെ ആന്തരികമായ ബലത്തെ വർദ്ധിപ്പിക്കും. ഇനി എപ്പോഴും നല്ല കാര്യം മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദോഷങ്ങൾക്കൊന്നും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഞാൻ വിശ്വസിക്കുന്ന ദൈവം എൻ്റെ ഒപ്പമുണ്ട്, എല്ലാ ദൈവങ്ങളും എനിക്ക് അനുകൂലമാണ്, ഈ ഒരു ചിന്താഗതി മാത്രം മതി. ഒരു ദോഷവും നിങ്ങളെ ബാധിക്കില്ല, അടുക്കില്ല എന്നുള്ളതാണ്. കാരണം പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഇനി മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യുവാൻ കഴിയുക. നിങ്ങളോട് ആരെങ്കിലും അസൂയയോ കുശുമ്പോ വെച്ച് പുലർത്തിയാൽ പോലും അവരോട് നിങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ വിധം നന്മ നിറഞ്ഞ പെരുമാറ്റത്തിൽ നിന്നുള്ള വെളിച്ചം അവരുടെ അസൂയയെ കെടുത്തിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കണ്ണേറ്, നാവേറ് ദോഷത്തെ ഭയന്നുകൊണ്ട് നമ്മുടെ യാത്രകൾ ഒരിക്കലും അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ്. കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ ഈ ദോഷങ്ങളൊക്കെ കെട്ടടങ്ങും. ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും എന്നുള്ളതാണ്. വരുന്നൊരു അധ്യായത്തിൽ നമുക്ക് പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.